നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക്. പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ഒറ്റപ്പാലം ഡിവിഷൻ വാഹന പ്രചരണ ജാഥയ്ക്ക് ഷൊർണൂരിൽ തുടക്കം. തൊഴിലാളി വിരുദ്ധ നടപടികൾ തുടരുന്ന കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് മുതലാളിമാരെ മാത്രം സംരക്ഷിക്കുന്ന ഭരണാധികാരികളായി മാറിയെന്ന് CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ. ദേശീയ പണിമുടക്ക് നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ. തൃശൂർ ശക്തൻ മത്സ്യ മാർക്കറ്റിലെ കടകളിൽ കവർച്ച. 2 കടകളിൽ നിന്നായി 60,000 രൂപയും 2 മൊബൈൽ ഫോണും കവർന്നു. പട്ടാപ്പകൽ നടന്ന മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ പുന്നയൂർക്കുളത്ത് ഗർഭിണിയായ ആടിനെ കൈയും കാലും കെട്ടിയിട്ട് ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കിയ ഇതര സംസ്ഥാന തൊഴിലാളി ഓടി രക്ഷപ്പെട്ടു. ഡിജിറ്റൽ വീഡിയോ ഡോക്യുമെന്ററികൾക്കും ഹ്രസ്വ ചലച്ചിത്രങ്ങൾക്കുമായുള്ള ഇന്ത്യയിലെ പ്രഥമ മേളയിലെ സയൻസിന്റെ 18ാമത് എഡിഷൻ ഷൊർണൂരിൽ. ഫെബ്രുവരി 6 മുതൽ 10 വരെ ഷൊർണൂർ അനുരാഗ സിനിമാസിലെ 2 സ്ക്രീനുകളിലായി പ്രദർശനങ്ങൾ നടക്കും. ദേശീയ അന്തർദേശീയ പാക്കേജുകളായി 100-ലധികം ചിത്രങ്ങൾക്ക് പുറമെ ഡോക്യുമെന്ററികളും ഹ്രസ്വ ചിത്രങ്ങളും മേളയുടെ ഭാഗമാകും. പ്രദർശനങ്ങൾക്ക് പുറമെ ചലച്ചിത്ര കലാസാംസ്കാരിക ഭരണരംഗങ്ങളിലെ പ്രശസ്തർ പങ്കെടുക്കുന്ന വിവിധ പരിപാടികളും മേളയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഫെബ്രുവരി 12 ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥമായി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ഷൊർണൂരിൽ നിന്നും തുടക്കമായി. ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്ക് നടത്തുന്നത്. ഫെബ്രുവരി 12 ദേശീയ പണിമുടക്കിന്റെ വാഹന പ്രചരണ ജാഥയുടെ ഒറ്റപ്പാലം ഡിവിഷന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഷൊർണൂർ ടൗണിൽ നടന്നത്. CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ ജാഥ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇന്ത്യയിലെ ലേബർ കോഡ്, ആ ലേബർ കോഡ് 4 ലേബർ കോഡുകൾ പിച്ചിച്ചീന്തി കളയണം എന്ന മുദ്രാവാക്യമാണ് 4 പണിമുടക്കുകളിൽ കേന്ദ്ര മുദ്രാവാക്യമായി വെച്ചത്. ഇപ്പോൾ ഈ പണിമുടക്കിന്റെ ഭാഗമായി ലേബർ കോഡ് പിച്ചിച്ചീന്തി കളയണം, അത് പിൻവലിക്കണം, അത് നടപ്പാക്കാൻ പാടില്ല എന്ന് പറയുന്നതോടൊപ്പം മറ്റൊരു 12 മുദ്രാവാക്യങ്ങളും കൂടി കൂട്ടിവെച്ചുകൊണ്ടാണ് ഇവിടെ പണിമുടക്കാൻ ഇന്ത്യയിലെ തൊഴിലാളി വർഗവും കൃഷിക്കാരും മറ്റിതര ജനവിഭാഗങ്ങളും തയ്യാറായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം ലേബർ കോഡിലെ പിൻവലിക്കണമെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ തൊഴിലാളി വർഗം എക്കാലത്തും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും സാമ്പത്തിക മുദ്രാവാക്യങ്ങളും ഉയർത്തിയിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുണ്ട്. സേവന വേതന വ്യവസ്ഥകൾ പോരാ, അത് കൂട്ടിത്തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ എപ്പോഴും തൊഴിലാളി വർഗം ഉയർത്തും, നാളെയും ഉയർത്തും. CITU ഡിവിഷൻ സെക്രട്ടറി K. ഭാസ്കരനാണ് ജാഥ നയിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. V. വേണുഗോപാൽ, RG പിള്ള, സുശീല, P. സിന്ധു, ND ദിൻഷാദ്, രാമചന്ദ്രൻ, സീനത്ത്, ഗോപാലകൃഷ്ണൻ, മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ മാസം 12 ദേശീയ പണിമുടക്ക്. BMS ഒഴികെയുള്ള വിവിധ തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ പങ്കുചേരും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ ശക്തൻ മത്സ്യ മാംസ മാർക്കറ്റിലെ കടകളിൽ മോഷണം. 2 കടകളിൽ നിന്നായി 60,000 രൂപയും 2 മൊബൈൽ ഫോണും മോഷണം പോയി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തൃശൂർ ശക്തൻ മത്സ്യ മാർക്കറ്റിലെ 2 കടകളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. പട്ടാപകലാണ് മോഷണം നടന്നത്. 2 കടകളിൽ നിന്നായി 60,000 രൂപയും 2 മൊബൈൽ ഫോണും മോഷണം പോയിട്ടുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. താറാവ്, കാട, ഇറച്ചി വിൽപ്പനക്കടയിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പുന്നയൂർക്കുളത്ത് ഗർഭിണിയായ ആടിനെ കൈയും കാലും കെട്ടിയിട്ട് ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കി. ആടിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരെ വെട്ടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി രക്ഷപ്പെട്ടു. ആട് അവശനിലയിലാണ്. ആടിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസിയായ സ്ത്രീ ബഹളം വച്ചതിനെ തുടർന്നാണ് ആടിനെ ഉപേക്ഷിച്ച് ഇയാൾ സ്ഥലം വിട്ടത്. ഉപ്പുങ്കൽ സ്വദേശി ഷംസുദ്ദീന്റെ ആടിനെ വീടിനോട് ചേർന്നുള്ള പാടത്തിന്റെ ഓരത്ത് മേയാനായി കെട്ടിയതായിരുന്നു. പാടത്ത് നെല്ലിന് മരുന്ന് തെളിക്കാനെത്തിയ 40 വയസ്സുള്ള തൊഴിലാളി ആടിനെ കൈകാലുകൾ കെട്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. ആടിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടാണ് അയൽവാസിയായ ഫാത്തിമ ഓടിയെത്തിയത്. തുടർന്ന് ഷംസുവിന്റെ ഭാര്യ നസീമയെ വിവരം അറിയിക്കുകയായിരുന്നു. ഇവരെ കണ്ടതോടെ ഇയാൾ മരുന്ന് തെളിക്കുന്ന കുറ്റിയും സാമഗ്രികളും ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പൊ നായക്കളാന്ന് പറഞ്ഞപ്പോ നായക്കളല്ലത്. അപ്പൊ വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ വന്നൂര് ഒരു ബംഗാളി അത് ആടിന്റെ മേല് കൗതുക എടുത്തിട്ട് എന്തൊക്കെ കാട്ടുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട് ഓടി. അപ്പോഴേക്ക് ഇതിനെ വിളിപ്പിച്ച് അവനങ്ങോട്ട് വരുമ്പോഴേക്ക് ബംഗാളി ഓടല്. ഞാൻ ചെന്നിട്ട് അവൻ അത്ര ഇതിൽ ഓടിയില്ല. കെട്ടിട്ട് കയറുന്നതിന്റെ കയ്യും കാലൊക്കെ വരിഞ്ഞ് കെട്ടിയേക്കാണ്. ആട് അവശനിലയിലാണ്. ആടിന്റെ ഉടമ ഷംസുദ്ദീനും നാട്ടുകാരും പാടത്തെ ഏറെ തെരഞ്ഞെങ്കിലും ഇയാളെ കിട്ടിയില്ല.
പ്രദേശത്തെ ഒരു കർഷകന് വേണ്ടിയാണ് ഇയാൾ പാടത്തെ പണിക്ക് എത്തിയത്. തൊഴിലാളിയെ ഫോണിൽ വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഡിജിറ്റൽ വീഡിയോ ഡോക്യുമെൻ്ററികൾക്കും ഹ്രസ്വ ചലച്ചിത്രങ്ങൾക്കുമായുള്ള ഇന്ത്യയിലെ പ്രഥമ മേളയായ സയൻസിൻ്റെ 18ാമത് എഡിഷൻ ഷൊർണൂരിൽ നടക്കും. ഈ മാസം 6 മുതൽ 10 വരെയാണ് പരിപാടി. ഷൊർണൂർ അനുരാഗ് സിനിമാസിലെ 2 സ്ക്രീനുകളായാണ് പ്രദർശനങ്ങൾ നടക്കുകയെന്ന് ഭാരവാഹികൾ ഷൊർണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സയൻസിൻ്റെ 18ാമത് എഡിഷൻ ഷൊർണൂരിൽ 6 മുതൽ 10 വരെയാണ് നടക്കുക. ഷൊർണൂർ അനുരാഗ് സിനിമാസിലെ 2 സ്ക്രീനുകളായാണ് പ്രദർശനങ്ങൾ നടക്കുക. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള റീജിയണൽ നടത്തുന്ന ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ 14 ഡോക്യുമെൻ്ററികളും 17 ഹ്രസ്വചിത്രങ്ങളും പ്രദർശിപ്പിക്കും. മത്സരേതര വിഭാഗത്തിലെ 28 ഡോക്യുമെൻ്ററികളും 24 ഹ്രസ്വചിത്രങ്ങളും അടക്കം വിവിധ ദേശീയ അന്തർദേശീയ പാക്കേജുകളിലായി 100-ലധികം ചിത്രങ്ങൾ മേളയുടെ ഭാഗമായിരിക്കും. മത്സര വിഭാഗത്തിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളുടെ സംവിധായകർ അവരുടെ ചിത്രങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുകയും ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കുകയും ചെയ്യും. മേളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറും FFSI വൈസ് പ്രസിഡൻറ്റുമായ പ്രേമേന്ദ്ര മജുംദാർ ക്യൂറേറ്റ് ചെയ്ത അന്തർദേശീയ പാക്കേജിൽ 7 ചിത്രങ്ങളും മലയാളിയായ ഡോക്യുമെൻ്ററി സംവിധായകൻ രാജേഷ് ജെയിംസ് ക്യൂറേറ്റ് ചെയ്ത സമകാലിക ഇന്ത്യൻ ഡോക്യുമെൻ്ററി പാക്കേജിൽ 4 ചിത്രങ്ങളും പാലക്കാട് ഇൻസൈറ്റ് ക്രിയേറ്റീവ് ഗ്രൂപ്പിൻ്റെ 15 ഹൈക്കു ചിത്രങ്ങളുടെ പാക്കേജുമാണ് മേളയിലുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയരായ ചലച്ചിത്രകാരന്മാരും സാങ്കേതിക വിദഗ്ധരും നിരൂപകരുമാണ് സയൻസിലെ പുരസ്കാരം നിർണ്ണയിക്കുന്ന ജൂറിയിൽ എല്ലാ വർഷവും ഉൾപ്പെടുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് അസമിലെ ആദ്യ വനിതാ ചലച്ചിത്രകാരിയും വിവിധ ദേശീയ അന്തർദേശീയ പുരസ്കാര ജേതാവുമായ മഞ്ജു ബോറ ഉദ്ഘാടനം ചെയ്യും. നിരൂപകൻ P. പ്രേമചന്ദ്രൻ, KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാക്കൽറ്റി ദേബ്ജാനി ബാനർജി എന്നിവർ ജൂറി അംഗങ്ങളായിരിക്കും. ഹോബം പഞ്ചൻകുമാർ സംവിധാനം ചെയ്ത പ്രശസ്തമായ 2 ഡോക്യുമെൻ്ററികളും ദേബ്ജാനി ബാനർജിയുടെ ഹ്രസ്വചിത്രങ്ങളും പ്രദർശിപ്പിക്കും. മികച്ച ഡോക്യുമെൻ്ററിക്കും ഹ്രസ്വചിത്രത്തിനും 50,000 രൂപയും പ്രശസ്തി ചിത്രകാരനും ശില്പിയുമായിരുന്ന CN കരുണാകരൻ രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും പ്രശസ്തി പത്രവും ഉൾക്കൊള്ളുന്നതാണ് സമ്മാനം. ജോൺ എബ്രഹാം ദേശീയ പുരസ്കാരം നൽകും. മികച്ച പരീക്ഷണാത്മക ചിത്രത്തിന് സിനിമ എക്സ്പെരിമെൻ്റ്, പ്രതിരോധ പ്രമേയങ്ങൾ ചിത്രീകരിക്കുന്ന മികച്ച ചിത്രത്തിന് സിനിമ ഓഫ് റെസിസ്റ്റൻസ് എന്നീ ദേശീയ പുരസ്കാരങ്ങളും നൽകും. 25,000 രൂപയും വെങ്കല ശില്പവും പ്രശസ്തി പത്രവും ഉൾക്കൊള്ളുന്നതാണ് ഈ പുരസ്കാരങ്ങൾ. കൂടാതെ മലയാളത്തിൽ നിന്നുള്ള മികച്ച ഡോക്യുമെൻ്ററിക്കും ഹ്രസ്വചിത്രത്തിനും 10,000 രൂപ വീതവും വെങ്കല ശില്പവും പ്രശസ്തി പത്രവും ഉൾക്കൊള്ളുന്നതാണ് സമ്മാനം. ചെലവൂർ വേണു പുരസ്കാരവും നൽകും. പ്രദർശനങ്ങൾക്ക് പുറമെ ചലച്ചിത്ര കലാ സാംസ്കാരിക ഭരണരംഗങ്ങളിലെ പ്രഗത്ഭരും പ്രശസ്തരും പങ്കെടുക്കുന്ന വിവിധ പരിപാടികളും എല്ലാ ദിവസങ്ങളും തിയേറ്റർ അങ്കണത്തിൽ നടക്കും. ശനി വൈകിട്ട് 5-ന് ചലച്ചിത്ര കലാനിരൂപകൻ ഡോക്ടർ CS വെങ്കടേശ്വരൻ മലയാള ചലച്ചിത്രകാരനും ജനകീയ സിനിമയുടെ ശക്തി സ്രോതസ്സുമായിരുന്ന ജോൺ എബ്രാഹിമിനെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തും. ഇൻ കോൺവെർസേഷൻ ഞായറാഴ്ച വൈകിട്ട് 5-ന് പ്രമുഖ ഡോക്യുമെൻ്ററി ചലച്ചിത്രകാരനും മേളയിലെ ഇന്ത്യൻ ഡോക്യുമെൻ്ററി പാക്കേജിൻ്റെ ക്യൂറേറ്ററുമായ രാജേഷ് ജെയിംസുമായി നിരൂപകൻ ജിതിൻ KC സംസാരിക്കുന്ന ഇൻ കോൺവെർസേഷൻ എന്ന പരിപാടി നടക്കും. തിങ്കൾ വൈകിട്ട് 5-ന് പ്രശസ്തി നിരൂപകനായ VK ജോസഫ് ചെലവൂർ വേണുവിനെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തും. സമാപന പുരസ്കാര സമർപ്പണ ചടങ്ങ് ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് നടക്കും. സമാപന ചടങ്ങിൽ ജോൺ എബ്രഹാം ദേശീയ പുരസ്കാരങ്ങളും ചെലവൂർ വേണു പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ച് വിതരണം ചെയ്യും. മേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. വിദ്യാർത്ഥികൾക്ക് സൗജന്യമാണ്. ഫോൺ 9046285544 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേള പ്രധാനമായിട്ടും നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തുന്ന, നമ്മുടെ കോൾ സ്വീകരിച്ചെത്തുന്ന ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തു നിന്നും, പിന്നെ ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യൻ കണ്ടന്റ് ഉള്ളവരോ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ ഫിലിം മേക്കേഴ്സോ എടുത്തത്, ഇങ്ങനെ 3 കാറ്റഗറിയിലുള്ള ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും നമ്മൾ ക്ഷണിക്കും. ഏകദേശം 200-ലധികം എൻട്രികൾ നമുക്ക് വരാറുണ്ട്.
ആ എൻട്രികൾ ഒരു പ്രീ സെലക്ഷൻ ജൂറിയുടെ മുൻപാകെ ഡോക്യുമെന്ററിക്കും ഹ്രസ്വചിത്രത്തിനും പ്രത്യേകം 3 പേരുള്ള ജൂറിക്ക് മുമ്പാകെ പ്രദർശിപ്പിച്ച് അവര് നിർദ്ദേശിക്കുന്ന ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലേക്കും മത്സരേതര വിഭാഗത്തിലേക്കും തിരഞ്ഞെടുക്കുന്നത്. ഈ മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതാണ്. അതേസമയം നമ്മുടെ മേളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ, ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രശസ്ത നിരൂപകൻ ഒക്കെയായ കൽക്കട്ട സ്വദേശി പ്രേമേന്ദ്ര മജുംദാറാണ് മേളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. അദ്ദേഹം ക്യൂറേറ്റ് ചെയ്ത ഇന്റർനാഷണൽ സിനിമകളുടെ 7 സിനിമകളുടെ ഒരു പാക്കേജ് ഇല്ല. വാർത്താ സമ്മേളനത്തിൽ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ രാജീവ് പിള്ളത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ രജി എം ദാമോദരൻ, ആർ ശ്രീകേഷ്, അഭിജിത്ത് രാജൻ, ഹോമാങ് മോഹൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ചേലക്കര പുലാക്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ പ്രധാന തിരുനാളും ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഫെബ്രുവരി 6-7 തീയതികളിലായി നടക്കും. ആഘോഷത്തിൻ്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ നടത്താനാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ ചേലക്കര നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാ പ്രാർത്ഥനയെ തുടർന്ന് പോത്തിൻതടം കുരിശിങ്കിലേക്ക് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും തുടർന്ന് നേർച്ച സദ്യയും ഉണ്ടായിരിക്കും. പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ശനിയാഴ്ച രാവിലെ തൃശൂർ ഭദ്രാസനം മെത്രാപ്പോലീത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലിമീസിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടക്കും. ഇതോടൊപ്പം പള്ളിയുടെ ഗോൾഡൻ ജൂബിലി മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മവും മെത്രോപൊലിത്ത നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ ചേലക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുടർന്ന് ലേലം, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച സദ്യ എന്നിവയുടെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സമാപനമാകും. ഇടവകയുടെ 50-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. പുലാക്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പ്രധാന പെരുന്നാളും അതോടൊപ്പം തന്നെ ദേവാലയത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളും അതിന്റെ ഉദ്ഘാടനവും 2026 ഫെബ്രുവരി മാസം 6-7 തീയതികളിൽ തൃശൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്ത നിവതി ശ്രീ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമനസിലെ പ്രധാന കാർമ്മികത്വത്തിൽ ബഹുമാനപ്പെട്ട വൈദികരുടെ സഹകാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രദേശത്ത് കുടിയേറി പാർത്ത സുറിയാനി സഭയുടെ മക്കൾ അന്ന് ആരാധനയ്ക്കായി ക്രമീകരിച്ച ആ ദേവാലയം സ്ഥാപിതമായപ്പോൾ ആ ദേശത്തിൻ്റെ തന്നെ ഒരു ഉത്സവവും ആഘോഷവുമായി മതവർഗ വർണ്ണ വ്യത്യാസമന്യേ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പെരുന്നാളും ആഘോഷവുമാണ് ഇന്നുവരെയും ആ ദേവാലയത്തിൽ നിലനിന്നു വരുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ വികാരി രാജു മാർക്കോസ്, ഫാദർ ബിനീഷ് ബിനോയ്, ട്രസ്റ്റി ജോയ് കാരിക്കൊമ്പിൽ, സെക്രട്ടറിമാരായ ഷൈജൂസ് കറിയ, BJ എൽദോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങൾ തീറ്റ തേടി പാലക്കാട് ജില്ലയിലെ വിവിധ ഇടങ്ങളിലെത്തി. വയലുകളിലെ തീറ്റ തേടി 3000-ഓളം വരുന്ന ആടുകൾ മങ്കര മേഖലയിലാണ് എത്തിയിരിക്കുന്നത്. 2ാം വിള കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിലെ പച്ചപ്പുല്ലുകളിൽ ഭക്ഷിക്കാനാണ് ആട്ടിൻകൂട്ടങ്ങൾ എത്തുന്നത്. കോലാട്, ചെമ്മരിയാട് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട 3000-ഓളം വരുന്ന ആടുകളാണ് മങ്കര മേഖലയിൽ എത്തിയിരിക്കുന്നത്. കാലവും കാലാവസ്ഥയും നോക്കിയാണ് ഇവ വരാറുള്ളത്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് ഇവയെ ലോറിയിൽ എത്തിക്കുന്നത്. 2ാം വിള കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളിലെ പച്ചപ്പുല്ലുകൾ തിന്നാണ് ഇവർ വിശപ്പടക്കുന്നത്. നെൽപ്പാടങ്ങളിൽ അന്ത്യോളം മേഞ്ഞു നടക്കുന്ന ആടുകളെ രാത്രി കൃഷിയിടങ്ങളിൽ കൂടുകെട്ടിയാണ് താമസിപ്പിക്കുന്നത്. 3-4 സംഘങ്ങളായിട്ടാണ് ഇവയെ നെൽപ്പാടങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഇവയെ മേയ്ക്കാൻ തൊഴിലാളികൾക്ക് പുറമെ സഹായിയായി നായും കൂടെ ഉണ്ടാകും. ഇവയുടെ അടുക്കും ചിട്ടയുമുള്ള കൂട്ടത്തോടെയുള്ള യാത്ര കാണാൻ തന്നെ ഏറെ കൗതുകകരമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ തന്നെ പറയുന്നു. എല്ലാ വർഷവും ആടുകളും താറാവുകളും ഇവിടെ എത്താറുണ്ട്. പാലക്കാട് ജില്ലയിൽ അതിഥികളായി ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങൾ എത്തി. തമിഴ്നാട്ടിൽ നിന്നാണ് ഇവ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പല ഭാഗത്തും 2ാം വിള കൊയ്ത്തു തുടങ്ങിയിട്ടില്ല. അത് കാരണം പുഴയോരങ്ങളിലും മറ്റ് പുറമ്പോക്കുകളിലുമാണ് ഈ ആടുകളെ മേയ്ക്കുന്നത്. 2 മാസത്തോളം ഇവ ഇവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞ് തിരിച്ചു പോകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെൺകഥകൾ വിരിയും ക്യാൻവാസിൽ. തൊഴിലെടുക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ കഥകളാണ് ഇവിടെ ക്യാൻവാസിൽ വിരിയുന്നത്. പഴലക്കടി സീനിയർ ബേസിക് സ്കൂൾ അധ്യാപിക ശ്രീജ പള്ളം വരച്ച ചിത്രങ്ങളുടെ പ്രദർശനമാണ് സ്കൂളിൽ തന്നെ വെച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദി വുമൺ ഇൻ ദി വർക്കിംഗ് പ്ലേസസ് എന്ന വിഷയത്തിലുള്ള 112 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്.
പാടത്ത് പണിയെടുക്കുന്നവർ, കുടനിർമ്മാണം, ജനകീയ ഹോട്ടൽ, ഭാരമേറ്റുന്നവർ തുടങ്ങി ഏത് ജോലികളും സ്ത്രീകൾ ചെയ്യുന്നുവെന്ന് ഈ ചിത്രങ്ങൾ തുറന്നു കാണിക്കുന്നു. ലിംഗസമത്വവും ലിംഗനീതിയും പൊരുതി നേടേണ്ട കാലമാണെന്ന സന്ദേശങ്ങളാണ് ചിത്രങ്ങളിലുള്ളതെന്ന് ശ്രീജ പള്ളം പറഞ്ഞു. സ്ത്രീ എന്താണെന്നും അവർ എവിടെയാണെന്നുമുള്ള അന്വേഷണ യാത്രകളാണ് തൊഴിലിടങ്ങളിലേക്ക് നയിച്ചതെന്നും അവർ പറഞ്ഞു. തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ വീട്ടിലെ ഉടമസ്ഥത, കുടുംബത്തിൻ്റെ പശ്ചാത്തലം, അതുപോലെ തന്നെ സമ്പത്ത്, ഇതെല്ലാം സ്ത്രീകൾക്ക് കുട്ടികളെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് ഇറങ്ങുന്നു. അതുകൊണ്ട് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ ആദ്യം ഈ സാമ്പത്തിക തുല്യതയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ അവരുടേതായിട്ടുള്ള ഇടങ്ങൾ, തൊഴിലിടങ്ങൾ കണ്ടെത്തുന്നുണ്ടെന്നുള്ളൊരു അന്വേഷണത്തിൽ നിന്നാണ് 112 ചിത്രങ്ങൾ ഞാൻ ഈ സീരീസിൽ വരച്ചു കഴിഞ്ഞു. ഇതൊരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുള്ള തൊഴിൽ, പുതിയ പുതിയ തൊഴിലുകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന തൊഴിലുകളും ഒക്കെ ഇതിൻ്റെ വിഷയമായിട്ട് വന്നിട്ടുണ്ട്. കോവിഡ് കാലത്തെ സമൂഹം നേരിട്ട പ്രശ്നങ്ങളും പ്രളയകാലത്തെ സംഭവവികാസങ്ങളും ഇവിടെ വിഷയമാകുന്നു. കലാരംഗത്ത് 37 വർഷമായി ശ്രീജ പ്രവർത്തിക്കുന്നു. വധു, വിവാഹം എന്നതാണ് ഇപ്പോൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ. കൊച്ചി ദർബാർ ഹാൾ, തൃശൂർ ശ്രീചിത്ര ആർട്ട് ഗാലറി, കോഴിക്കോട് ലളിതകലാ അക്കാദമി ഗാലറി, തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയം, ലുധിയാന, നാസിക്, ന്യൂഡൽഹി ആർട്ട് ഡിസ്ട്രിക്ട്, ബാംഗ്ലൂരു ചിത്രകലാ പരിഷത്ത് ഗാലറി തുടങ്ങി കേരളത്തിലും പുറത്തുമായി 81 ഗ്രൂപ്പ് പ്രദർശനങ്ങളിലും 3 ദേശീയ ക്യാമ്പസുകളിലും 32 സംസ്ഥാന ക്യാമ്പുകളിലും പങ്കെടുത്തു. 2016 മുതൽ 2022 വരെ കേരള ലളിതകലാ അക്കാദമിയിൽ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. 2023 വര പത്നി പുരസ്കാരം, 2022 കേരള ലളിതകലാ അക്കാദമിയുടെ പെയിന്റിങ്ങിനുള്ള സ്റ്റേറ്റ് അവാർഡ്, 2025 പത്നി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം SRK നഗർ പള്ളത്ത് വീട്ടിലാണ് താമസം. ഭർത്താവ് P. പരമേശ്വരൻ, മക്കൾ ബാലു, ആര്യ. പ്രദർശനം ചൊവ്വാഴ്ച സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സമസ്ത ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ഭാഗമായി പ്രചരണ സമാപന പദയാത്ര സംഘടിപ്പിച്ചു. പത്തിരിപ്പാല റേഞ്ച് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെയും SYS ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പദയാത്ര നടത്തിയത്. സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ച പദയാത്ര 1ാം മൈലിൽ നിന്നും ആരംഭിച്ച് കിഴക്കുംപുറം ഹിദായത്തുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ സമാപിച്ചു. SYS ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് TP അബൂബക്കർ മുസ്ലിയാർ, ജാഥ ക്യാപ്റ്റൻ സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾക്ക് പതാക കൈമാറി. പദയാത്രയ്ക്ക് ശേഷം നടന്ന സമാപന സംഗമം സയ്യിദ് ഉബൈദുല്ല തങ്ങളുടെ അധ്യക്ഷതയിൽ സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. PM യൂസഫ് പത്രിപാല സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റഫീഖ് കിഴക്കുംപുറം SK SSF ജില്ലാ സെക്രട്ടറി റഫീഖ് കമാലി മോളൂർ മുഖ്യപ്രഭാഷണം നടത്തി. PI ഷൗക്കത്ത്, ഹക്കീം മാഷർ, ഹംസ ഹാജി, ഷെറീഫ്, അയ്യൂബ്, കബീർ മുസ്ലിയാർ, മജീദ് ഫൈസി, ഷാഫി മാഷർ, റഫീഖ് പിലാത്തറ, ജബ്ബാർ മങ്കര തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക്. പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ഒറ്റപ്പാലം ഡിവിഷൻ വാഹന പ്രചരണ ജാഥയ്ക്ക് ഷൊർണൂരിൽ തുടക്കം. തൊഴിലാളി വിരുദ്ധ നടപടികൾ തുടരുന്ന കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് മുതലാളിമാരെ മാത്രം സംരക്ഷിക്കുന്ന ഭരണാധികാരികളായി മാറിയെന്ന് CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ. ദേശീയ പണിമുടക്ക് നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ. തൃശൂർ ശക്തൻ മത്സ്യ മാർക്കറ്റിലെ കടകളിൽ കവർച്ച. 2 കടകളിൽ നിന്നായി 60,000 രൂപയും 2 മൊബൈൽ ഫോണും കവർന്നു. പട്ടാപ്പകൽ നടന്ന മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ പുന്നയൂർക്കുളത്ത് ഗർഭിണിയായ ആടിനെ കൈയും കാലും കെട്ടിയിട്ട് ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കിയ ഇതര സംസ്ഥാന തൊഴിലാളി ഓടി രക്ഷപ്പെട്ടു. ഡിജിറ്റൽ വീഡിയോ ഡോക്യുമെന്ററികൾക്കും ഹ്രസ്വ ചലച്ചിത്രങ്ങൾക്കുമായുള്ള ഇന്ത്യയിലെ പ്രഥമ മേളയിലെ സയൻസിന്റെ 18ാമത് എഡിഷൻ ഷൊർണൂരിൽ. ഫെബ്രുവരി 6 മുതൽ 10 വരെ ഷൊർണൂർ അനുരാഗ സിനിമാസിലെ 2 സ്ക്രീനുകളിലായി പ്രദർശനങ്ങൾ നടക്കും. ദേശീയ അന്തർദേശീയ പാക്കേജുകളായി 100ലധികം ചിത്രങ്ങൾക്ക് പുറമെ ഡോക്യുമെന്ററികളും ഹ്രസ്വ ചിത്രങ്ങളും മേളയുടെ ഭാഗമാകും. പ്രദർശനങ്ങൾക്ക് പുറമെ ചലച്ചിത്ര, കലാ, സാംസ്കാരിക, ഭരണരംഗങ്ങളിലെ പ്രശസ്തർ പങ്കെടുക്കുന്ന വിവിധ പരിപാടികളും മേളയിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.